സത്യത്തിൽ നമ്മുടെ ദൗത്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മളിത്രയും മീറ്റർ തുണിയൊക്കെ ഇട്ട്, എനിക്ക് തോന്നുന്നു ഒരു 12-20 മീറ്റർ തുണിയെങ്കിലും ഞാൻ ധരിച്ചിട്ടുണ്ട്. നിങ്ങളും അതിൽ കുറയുകയില്ല എന്നെനിക്കാണ് തോന്നുന്നത്. അത്രയൊക്കെ ധരിച്ച് നമ്മൾ ഈ വേർത്ത് ഇരിക്കുന്നു. ഈ ജനം എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ജോലി കഴിഞ്ഞ് ഇവിടെ വന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് വ്യക്തമായ നമുക്കൊരു ഉത്തരമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടണം, അത് പണിയപ്പെടണം. ആ ദൈവരാജ്യ സംസ്ഥാപനത്തിലും പണിയിലും ഞാനും ഒരു പങ്കാളിയാകണമെന്ന നമ്മുടെ നിയോഗവും വിളിയുമനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ദൈവരാജ്യം, ഇതെവിടെയാണ് ഈ ദൈവരാജ്യം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, ചെറുപ്രായത്തിലൊക്കെ കേട്ട് പഠിച്ചത് നിങ്ങൾ ഇവിടെയൊക്കെ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ ഒരു സന്തോഷകരമായ ദേശമുണ്ട്, ആ ദേശത്ത് ചെന്ന് പെടും. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ പ്രതീക്ഷയിലാണ് പോകുന്നത്, നമ്മളും ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഇതാണ്, കർത്താവ് തന്നെ പറഞ്ഞു, നീ സഹോദരനെ ബോഷാന്ന് വിളിച്ചാൽ ന്യായവിധിക്ക് അർഹനാകും, വിഡ്ഢിന്ന് വിളിച്ചാൽ നീ നരകാഗ്നിക്ക് ഇടയായിത്തീരും. ഒരു കുർബാനയുടെ ഇടയിൽ തന്നെ മനസ്സിലൊരു 3 പ്രാവശ്യമെങ്കിലും കപ്പിയാരെ വിഡ്ഢിന്ന് പലപ്പോഴും നമ്മൾ വിളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു കുർബാനയ്ക്കിടയിൽ തന്നെ 3 പ്രാവശ്യം നരകത്തിൽ പോകുന്നവരാണ് ഞങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഈ യാത്ര കഴിഞ്ഞിട്ട് സ്വർഗം എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം വെറുതെ ആയി പോവുകയല്ലേ. അതുകൊണ്ട് സ്വർഗരാജ്യം എന്താണ്, എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ, നമ്മളങ്ങനെയാണല്ലോ യാത്ര ചെയ്യുന്നത്, നാവിഗേറ്ററൊക്കെ വെച്ചാണ് യാത്ര ചെയ്യുന്നത്, കൃത്യമായ സ്ഥലം നമ്മൾ വെച്ചാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം ആളുകൾക്ക് കൃത്യതയില്ലാത്ത ഒരവസ്ഥ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരിക്കൽ പരീശന്മാരും ഇത് തന്നെ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തില് 17-ാം അധ്യായത്തില് 20-ാമത്തെ വാക്യം, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 17-20. മതി. അപ്പോൾ പരീശന്മാര് യേശുവിനോട് ചോദിച്ചു, അവരും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്, പക്ഷെ വ്യക്തമായ ഐഡിയ ഇല്ല. അവർ യേശുവിനോട് ചോദിച്ചു, ഈ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. അപ്പോൾ യേശു കൃത്യമായി ഉത്തരം പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ വരവിന് പ്രത്യക്ഷമായ അടയാളം ഇല്ല. നമ്മൾ ഏത് കാര്യവും കണ്ടുപിടിക്കുന്ന അടയാളങ്ങളിലൂടെയാണ്, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടി അല്ല വരുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതാ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെയല്ല, അതാ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെയുമല്ല. എന്നിട്ട് കൃത്യമായി കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. അപ്പം ഈ വാക്കിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? ഇടയിൽ തപ്പിക്കൊണ്ടിരിക്കും. 2 പേരിരുന്നാൽ അതിൻ്റെ നടുക്കാണ് ദൈവരാജ്യം നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ മൂലഭാഷയിൽ ബൈബിളിൽ വ്യക്തമായിട്ട് അതിൻ്റെ ഫുട്നോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൂലഭാഷയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങളിലാണ്, ദൈവരാജ്യം നമ്മളിലാണ്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം തേടിയുള്ള നമ്മുടെ യാത്ര, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഈ പ്രയാസങ്ങൾ, ഇതെല്ലാം എവിടെയാണ് പണിയേണ്ടതെന്ന് സത്യമായും വ്യക്തമായും ഈ സുവിശേഷ ഭാഗം നമ്മളെ സൂചിപ്പിക്കുകയാണ്. ദൈവരാജ്യം നിങ്ങളിലാണ്. അപ്പോൾ പിന്നെ നരകം എവിടെയാ? നരകത്തിൽ പോകാതിരിക്കുക, സ്വർഗത്തിൽ പോവുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ദൈവരാജ്യം നമ്മളിലാണെങ്കിൽ നരകം എവിടെയാ? തൊട്ടടുത്താണ്. അതുകൊണ്ടാണ് യോഹന്ന ഈ 17-ാം അധ്യായത്തിൽ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ 16-ാം അധ്യായത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ 16-ാം അധ്യായത്തിൽ നരകത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്, ലാസറിൻ്റെയും ധനവാന്റെ ഉപമ. അവിടെ നരകത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ധനവാനായ ഒരു മനുഷ്യൻ
നരകത്തിൽ പോയ കാര്യം. അപ്പൊ ദൈവരാജ്യം ഇതാ നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും നരകവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇനി നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളിപ്പോൾ സ്വർഗത്തിലാണോ, നമ്മളിപ്പോൾ നരകത്തിലാണോ? നരകത്തിൽ പോകുന്നതിനെക്കുറിച്ചും സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിനേക്കാൾ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ നമ്മൾ എവിടെയാണ്? സ്വർഗത്തിലാണോ നരകത്തിലാണോ? നാളത്തെ കാര്യം പോട്ടെ, ഇന്നത്തെ കാര്യം. നാളെ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടോ? നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഇന്ന്. ഇന്നലെ ഒരു ദിവസം നമുക്കുണ്ടോ? അങ്ങനെ ഒരു ദിവസമല്ല. ഇന്നലെയും നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നെ പറഞ്ഞത് ഇന്ന്. നാളെ നേരം വെളുക്കുമ്പോൾ പറയാൻ പോകുന്നത് എന്താണ്? ഇന്ന്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ദിവസമേ ഉള്ളൂ, അത് ഇന്നാണ്. ഈ ടൈമാണ്, നമ്മുടെ സമയമാണിത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം, ദൈവരാജ്യത്തിലോ നരകത്തിലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ നരകത്തെക്കുറിച്ച് അങ്ങ് പറയുകയാണ്. കാരണം ഈ നരകത്തെക്കുറിച്ച് ഓവറായിട്ട് വിശദീകരിച്ചാൽ നിങ്ങൾ അതങ്ങനെ ആഗ്രഹിച്ചു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആദ്യം പറഞ്ഞങ്ങ് വിട്ടിട്ട് സ്വർഗത്തെക്കുറിച്ച് രണ്ടാമത് പറയാം. നരകത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ വിവരണത്തിൽ കർത്താവ് ഒരു ധനവാന്റെ ഉപമ, ലാസറിന്റെ ഉപമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പണക്കാർക്കെതിരായിട്ട് അച്ഛന്മാര് ഒളിയം എറിയുന്നത് ഈ വചനം വെച്ചാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, എനിക്ക് വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നും ഉള്ള ആളല്ലായിരുന്നു. ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ ഇത് സ്ഥിരം എൻ്റെ പ്രസംഗ വിഷയമായിരുന്നു. ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അവന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ജീവിക്കും, അവന് നല്ല മൃദുല വസ്ത്രം ധരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അവൻ അവസാനം നരകത്തിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മെത്രാപ്പോലിത്തയായി. ആദ്യത്തെ പ്രസംഗത്തിൽ ചെന്നപ്പോൾ കിട്ടിയത് ഈ വചനമാണ്. ഞാൻ ഇതെടുത്ത് ആദ്യത്തെ വചനം പറഞ്ഞു. ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രവും ധരിച്ചിരുന്നു. ഒരു ചെറുക്കൻ അവിടെ ഇരുന്നുകൊണ്ടൊരു ചിരി എന്നെ നോക്കി. ഈ പുള്ളിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഉടനെ ഞാൻ അടുത്ത വചനം പറഞ്ഞു, അവൻ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പം അപ്പുറത്തിരുന്ന ആൻറ്റി ഇരുന്നൊരു ചിരി. കാരണം എന്താണ്? ഈ ഫിഷ് മോളി മുഴുവൻ ഉണ്ടാക്കി മെത്രാച്ചന് കൊടുക്കുന്ന ആരാ? ഈ ആൻറ്റിമാരാണ്. നമ്മുടെ വേമ്പനാട്ട് കായലിലൊക്കെ ഒരു കരിമീൻ പിറന്നാൽ ആ കരിമീന് തന്നെ അറിയാം ഒരു ദൗത്യമുണ്ട്. ഒന്നുകിൽ ഒരു മെത്രാച്ചൻ്റെ വയറ്റിൽ, അല്ലെങ്കിൽ ഡ്രൈവറുടെ വയറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഒരു മന്ത്രിയുടെ വയറ്റിൽ പോകത്തുള്ളൂ. അത്രയും സുഭിക്ഷമായി ഞങ്ങളെ തീറ്റിപ്പോറ്റുന്നവരാണ് നിങ്ങൾ. അത് എനിക്ക് യാക്കോബായ സഭയിലെ കാര്യം അറിയാവുള്ളൂ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഈ അടുത്ത കാലത്ത് അമേരിക്ക പോയപ്പോൾ മർത്തോമ സഭയിലെ ഒരു പള്ളിയിൽ 2 ദിവസം 3 ദിവസം അവിടെ താമസിച്ചു. എല്ലാ ദിവസവും ഇതുപോലെയായിരുന്നു, ഫിഷ് മോളിയായിരുന്നു. അപ്പോൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. അതൊക്കെ ഇങ്ങനെ കൊണ്ട് പോന്നിട്ട് അവസാനം ഈ ധനവാൻ ഇതാ നരകത്തിലൂടെ പോയി. അപ്പം ഞാൻ ഒരു വ്യാഖ്യാനം കൊടുത്തു. സത്യത്തിൽ ഈ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ധനവാനായിരുന്നു. അതുകൊണ്ട് ധനവാനായതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ല. ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ല. നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ല. എനിക്കങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വന്നു. കാരണം എന്താണ്? എനിക്ക് സ്വർഗത്തിൽ പോകണ്ടേ. അങ്ങനെ ഞാനതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു. അപ്പോൾ പിള്ളേർ നോക്കിയപ്പോൾ ശരിയാണ്, അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. പക്ഷേ നരകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നപ്പോഴാണ് ലാസർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആ പടിവാതിക്കൽ കിടക്കുന്നു. അത് നമ്മൾ കാരണമാണോ? അല്ല. പക്ഷേ ഈ ധനവാനും ലാസറിനും ഇടയിൽ നരകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നരകത്തിൽ ധനവാൻ കിടക്കുന്നു, ലാസറും അബ്രഹാമും സ്വർഗത്തിലിരിക്കുന്നു. അവിടെ വെച്ച് ഈ ധനവാൻ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം തരുമോ? ഇതാണ് നരകം. ഒരു തുള്ളി വെള്ളം എനിക്ക് തരുമോ എന്ന് പറഞ്ഞ നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? നരകം എന്ന് പറയുന്നത് ഒരു ദാഹമാണ്. ദാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംപ്റ്റിനെസ് ആണ്, ഒരു ശൂന്യതയാണ്. എന്തിനു വേണ്ടിയുള്ള ശൂന്യത? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ദാഹം ഉണ്ടാകുന്നപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ വെള്ളം നാവിയായിട്ടോ മറ്റു രീതിയിലൊക്കെ പോയി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ദാഹം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭാവം അവനുണ്ടാക്കുന്ന ഉള്ളിലെ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത അവൻ്റെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടാക്കും. ആ ദാഹം ഉള്ളിലിങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഈ ദാഹം കൂടിയ മനുഷ്യൻ പിന്നെ വെള്ളം തേടി യാത്ര ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അവൻ്റെ ദാഹം? അത് ഓരോന്നായിട്ട് പരിണമിക്കും. ചിലർക്ക് സ്ഥാനമാനങ്ങളോടുള്ള ദാഹം. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും?
അവർക്ക് എവിടെ ചെന്നാലും ഒരു കസര കിട്ടിയില്ലെങ്കിൽ അവർക്ക് ശരിയാകുകയില്ല. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ ചില പ്രോഗ്രാമിൽ കുറേ അച്ഛന്മാരെന്നോട് വന്ന് പറഞ്ഞു, തിരുമേനി ഇനി ശ്രദ്ധിക്കണം, ഇന്നയാള് ഏത് പ്രോഗ്രാം വന്നാലും പ്രോഗ്രാമിൻ്റെ സമയത്ത് പത്രത്തിൽ പടം വരുമ്പോൾ പുള്ളിയുടെ പടം കാണും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്രമീകരണം ചെയ്യും, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? അച്ഛന്മാരെന്ത് ചെയ്തു? എല്ലാ അച്ഛന്മാർക്കും ഗസ്റ്റിനുമുള്ള കൃത്യമായ മെത്രാപ്പോലിത്തായിക്ക്, കാതോലിക്ക ബാബായ്ക്ക് എല്ലാവർക്കും ഓരോ സീറ്റിൽ എഴുതി ഒട്ടിച്ചു വെച്ചു പേര്. അങ്ങനെ പോയി ചെയ്തപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അങ്ങ് ഔട്ടായിപ്പോയി. അച്ഛന്മാർ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്നു ഈ പുള്ളി ശാന്തനായി അവിടെ ഇരുന്നു. പിറ്റേ ദിവസത്തെ പടം പത്രത്തിൽ വന്നപ്പം അദ്ദേഹം ഞങ്ങളുടെ തൊട്ട് പുറകിൽ നിന്നിപ്പുണ്ട്. വലിയൊരു അത്ഭുതം നടന്നു. അച്ഛന്മാർ ഈ പത്രമായിട്ട് എൻ്റെ അടുത്ത് വന്നു, ഇത് കണ്ടോ തിരുമേനി? ഞാൻ നോക്കി, ഇതെങ്ങനെ ഇത് സംഭവിച്ചു? കന്യാകുമാരി ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞങ്ങളെല്ലാവരുടെ കൂടി ഫോറൻസിക് വിദഗ്ധരെ പോലെ ഞങ്ങൾ ഈ ഫോട്ടോ തിരിച്ചു പറഞ്ഞു. ഒരൊറ്റ അച്ഛന്മാർക്ക് മനസ്സിലായില്ല. പക്ഷേ അച്ഛന്മാർക്ക് മനസ്സിലാകാത്ത ചില കാര്യം തിരുമേനിമാർക്ക് വരം കിട്ടിയിട്ടുണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വളരെ സൂക്ഷ്മതയായി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്രയും ഭാഗം അങ്ങേയറ്റത്തും തലയുടെ ഇത്രയും ഭാഗം ഇവിടെയാണ്. പുള്ളി പോയി ആ സ്റ്റുഡിയോയിലിരുന്ന് ഇത് വെട്ടി, പുള്ളിയുടെ പടം അവിടുന്ന് വെട്ടി പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ പേരിൽ കയറിയത്. ഇതെന്താണെന്നറിയോ? നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തോ കിട്ടാതെ പോയ ഒന്നിനു വേണ്ടിയുള്ള ദാഹം അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് അതാണെങ്കിൽ ചിലർക്ക് പണത്തോടുള്ള ദാഹമാണ്. എന്തുമാത്രം പണം കിട്ടിയാലും സമ്പാദിച്ച് അവസാനം മരിക്കുന്നിടം വരെയും പണം സമ്പാദിക്കും. ജീവിതത്തിൽ ഒരു പണം ഉപയോഗിക്കാൻ പറ്റിയില്ല. അങ്ങനെ മരിക്കുന്ന കുറേ ആളുകളുണ്ട്. പണത്തോടുള്ള ദാഹം. ചിലർക്ക് ലൈംഗികതയുള്ള ദാഹമാണ്. ഞാൻ അമ്പരന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബെഡഡനായിട്ടുള്ള രോഗികളെ നോക്കുന്നൊരു സെൻ്ററുണ്ട്. മരിക്കാറാകുന്ന രോഗികളെ അവിടെ സൗജന്യമായി ശുശ്രൂഷിക്കും. അപ്പോൾ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യും, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും പള്ളി ചെല്ലും പറയും, ഇവിടെ നമ്മുടെ ആളുകളോ അടുത്ത വഴിയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. അയാളുടെ കാല് മുഴുവൻ പഴുത്ത് മണക്കുന്ന അവസ്ഥയിലാണ്. അയാളുടെ കാല് ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ശ്വാസം വിടാൻ മേല. വളരെ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല. അയാളെ കൊണ്ടുവന്ന് ഇവിടെ നേഴ്സുമാർ ശുശ്രൂഷിക്കുകയാണ്. ഇന്നലെ കംപ്ലൈൻറ്റ് വന്നു, ഈ പുള്ളിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. ഞാൻ പറഞ്ഞു, ഇത്രയും രോഗിയായിരിക്കുന്ന മനുഷ്യനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നത് എന്താ പ്രശ്നം? അന്നേരം പറഞ്ഞു, ഈ നേഴ്സുമാർ അങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കുകയില്ല. ഈ പുള്ളി ഈ മരിക്കാൻ കിടക്കുന്ന കട്ടിലേ കിടന്നുകൊണ്ട് വൃത്തികെട്ട വർത്താനം പറയും. സ്ത്രീകളോട് പറയാൻ പാടില്ലാത്തത് പറയുന്നു. കുളിപ്പിക്കാനും അതുപോലെ ഭക്ഷണം കൊടുക്കാനും ചെല്ലുന്നവരെ ആംഗ്യങ്ങൾ കാണിക്കുന്നു. മരിക്കാൻ കിടക്കുക, 10-60-70 വയസ്സായി, ചാകാൻ കിടക്കുകയാണ്. അപ്പോൾ പോലും ഇതാ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ തിളച്ചുകൊണ്ടിരിക്കുക. എന്താണ്? എന്തിനോ വേണ്ടിയുള്ള ദാഹം. അപ്പോൾ പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചിലർക്ക് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം കൊണ്ട് പല മനുഷ്യനും കാട്ടിക്കൂട്ടുന്നു. എന്തിനേറെ ഈ ഭാര്യമാർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നം കൊണ്ട് പാവം ഭർത്താക്കന്മാർ എന്തോരം കഷ്ടപ്പെടുന്നു. ഭാര്യയ്ക്ക് എന്താണ്, സാമ്പാർ ഉണ്ടാക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞില്ല. എന്താ ഇത്? ദൈവരാജ്യ സംസ്ഥാപനം നടന്നിട്ടില്ല. ഇത് നരകത്തിൽ കിടക്കുന്നതിന് അടയാളമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഹൃദയത്തിൽ നരകം പൂത്തുലഞ്ഞ് നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമുക്ക് ഒന്നിലും തൃപ്തിയില്ല. ഈ ഭൂമി കിട്ടുന്ന യാതൊന്നിലും തൃപ്തിയില്ല. നമുക്കെന്താണ് കിട്ടുന്നത് പിന്നെയും കിട്ടണം, അല്ലെങ്കിൽ പുതിയത് കിട്ടണം. ഈ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ ജീവിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ശൂന്യത നമ്മളെ 100,000 ആഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. എന്തൊക്കെ ആഗ്രഹമാണ്? കൺമോഹം, കാണുന്നതെല്ലാം സ്വന്തമാക്കണം. ജഡമോഹം, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, കുടിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം. പിന്നെ ജീവിതത്തിൻ്റെ അഹന്ത. ഇത് മൂന്നൂടെ കയറി ഒരു മനുഷ്യനെ ഇട്ട് ഞെരിക്കുന്നതോടുകൂടി പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവന് സാധിക്കില്ലേ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വചനം. പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് അവൻ അനുഭവിക്കാൻ പറ്റാത്ത വിധം വല്ലാത്ത ഞെരുക്കത്തിൽ കിടന്ന് അവൻ അങ്ങനെ വിഷമിക്കുകയാണ്. അവസാനം
അവൻ്റെ മുഖത്തെ എല്ലാ ചൈതന്യവും നഷ്ടപ്പെടുന്നു. ക്രമേണ സാത്താൻ അവനെ വളരെ ഈസിയായിട്ട് ഒരു നൂലിൽ കെട്ടി കൊണ്ടു നടക്കുന്നു. അങ്ങനെ ജീവിതകാലം മുഴുവനും ആഗ്രഹങ്ങളുടെ പുറകെ നടന്ന് വളരെ കഷ്ടപ്പെട്ട് ചില മനുഷ്യർ മരിക്കുന്നത് കാണാം. ഇതിന് പറയുന്ന പേരാണെന്ത്? നരകം. ഇനി നമ്മൾ ചിന്തിക്കുക, നരകം നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുകയാണോ എന്ന് ചിന്തിക്കുക. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കണം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. ഇതാണ് റോമ 14:17 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നീതി. ആ നീതി എന്താ? ഈ നീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് നീതി കിട്ടണമെന്നാണ്. എന്താണ് നീതി? എനിക്കർഹിക്കുന്നത് എനിക്കും, അവൻ അർഹിക്കുന്നത് അവനും കിട്ടണം എന്നതാണ് നീതി. ഞാൻ ഈ അടുത്ത കാലത്തൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ നീതിയെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. ആ കഥ വായിച്ച് ഞാൻ സത്യത്തിൽ അമ്പരന്ന് പോയി. ആ കഥ ഇതായിരുന്നു. അമേരിക്കയിലാണോ യൂറോപ്പ് രാജ്യത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാനത് മറന്നുപോയി. എന്തായാലും അവിടെ ഒരു ജഡ്ജി ഇരിക്കുന്ന സമയത്ത് ഒരു 17 വയസ്സുള്ള പയ്യനെ ഈ കോർട്ടിലേക്ക് കൊണ്ടുവന്നു. അവനവിടെ കയ്യും കെട്ടി കുനിഞ്ഞു നിൽപ്പുണ്ട്. പെട്ടെന്ന് ജഡ്ജി ചോദിച്ചു, ഇവൻ്റെ മേലുള്ള കുറ്റപത്രം എന്താണ്? അപ്പോൾ ആ കുറ്റപത്രം വായിച്ചു. ആ കുറ്റപത്രം ഇതായിരുന്നു: ഇവൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഭക്ഷണ സാധനങ്ങൾ എടുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൈറൻ മുഴങ്ങി. പൈസ കൊടുക്കാതെ ഇവൻ ഈ സാധനവുമായിട്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഭക്ഷണം മോഷ്ടിച്ചതിന് ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ജഡ്ജി അവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ചുകൂടെ? അമേരിക്കയിൽ ചെറിയ പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടും, നിനക്കൊരു ജോലി ചെയ്തുകൂടെ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ ജോലി നഷ്ടപ്പെട്ടത്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം കൃത്യസമയത്ത് ജോലിക്കെത്താൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല, അറിയിക്കാനും പറ്റിയില്ല. അങ്ങനെ അവരെന്നെ ജോലിക്ക് എടുത്തില്ലെന്ന് മാത്രമല്ല, പിന്നെയും എനിക്ക് മറ്റൊരു സ്ഥലത്ത് നല്ല റെഫറൻസും കിട്ടാതെ അങ്ങനെ ഇപ്പോൾ ജോലിയില്ല. ഉടനെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ഈ ജോലി കൃത്യസമയത്ത് ചെയ്യേണ്ടതല്ലേ? ആ ഉത്തരവാദിത്വം നിനക്ക് വേണ്ടേ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ രോഗിയായി കിടക്കുകയാണ്. അമ്മയുടെ രോഗം മൂർച്ഛിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അമ്മയും കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ. മാത്രമല്ല, അമ്മയ്ക്ക് പിന്നീട് ചെലവിന് കൊടുക്കാൻ മാർഗമില്ലാതെ വന്നപ്പോഴാണ് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആദ്യമായി മോഷ്ടിച്ചത്. അപ്പോൾ ജഡ്ജി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിനക്ക് ഭക്ഷണത്തിനൊരാവശ്യമുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കരുതായിരുന്നു? പെട്ടെന്ന് അവൻ പറഞ്ഞു, ഞാൻ 50 പേരെ കണ്ടു. ഓരോരുത്തരും എന്നെ പുച്ഛിച്ചും അവഗണിച്ചും പരിഹസിച്ചും തിരസ്കരിച്ചും അങ്ങേയറ്റം കൊണ്ട് നെഗ്ലക്റ്റ് ചെയ്തു തന്നെ അയച്ചു. അതെൻ്റെ മനസ്സിനെ, ഞാൻ പറയുന്നത് സത്യമാണെന്ന് ആരും വിശ്വസിച്ചില്ല. അവരെന്നെ വല്ലാണ്ട് അങ്ങോട്ട് തിരസ്കരിച്ചു. അതുകൊണ്ട് ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചിനി. അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്. ആ ജഡ്ജി കുറേ നേരം മിണ്ടാതിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവൻ്റെ മേൽ ഒരു ശിക്ഷ ഞാൻ വിധിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, ഈ കോടതിയിലിരിക്കുന്ന മുഴുവൻ പേർക്കും $100 ഞാൻ ശിക്ഷ വിധിച്ചിരിക്കും, നിങ്ങൾ പെനാൽറ്റി ഇടണം. അതിനുശേഷം ആ ജഡ്ജി പോക്കറ്റിൽ നിന്ന് ഒരു $100 നോട്ടെടുത്ത് ആ മേശപ്പുറത്ത് വെച്ചു. കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണു നിറഞ്ഞു. അവരും അറിയാതെ പോക്കറ്റിൽ നിന്ന് $100 എടുത്തു വെച്ചു. പെട്ടെന്ന് ജഡ്ജി പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന് $1000 ഞാൻ പിഴയിട്ടിരിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ അവിടെ കയറി വന്നിട്ട് അവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ മാനസികാവസ്ഥയ്ക്ക് $1000 പിഴ. സത്യത്തിൽ അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. യേശുക്രിസ്തു, ഞാൻ ഈ കഥ വായിച്ചപ്പോൾ യേശുവിനെ ഓർത്തത്.
നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പിഴവും, ഓരോ കുറവുകളും, ഓരോ സങ്കടങ്ങളും കാണുമ്പോൾ ദൈവം ഓർക്കുന്നത് ഇതെൻ്റെ കുറ്റം കൂടിയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ബലഹീനതകളും കുറവുകളും എല്ലാമുള്ള എൻ്റെയും കൂടെ കുറ്റമാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു. അതല്ലേ നമ്മുടെ കാൽവറി ക്രൂശിലെ ക്രിസ്തു. ആ നീതിയാണ് സത്യത്തിൽ ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി ഓരോ ക്രൈസ്തവനിലേക്കും ഭക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയെങ്കിൽ നമ്മളിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഇടത്ത് ഒരുത്തൻ വിശക്കുന്നെങ്കിൽ അതെൻ്റെ ശിക്ഷാവിധി, എൻ്റെ കുറ്റമായി ഏറ്റെടുത്തുകൊണ്ട് അവന് ആഹാരം കൊടുക്കുന്നതാണ് എൻ്റെ ദൈവരാജ്യമെന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ തീർത്ഥാടന കേന്ദ്രം ഏതാകും? അങ്ങനെയല്ലേ ക്രിസ്മസിൻ്റെ ആ രാത്രിയിൽ സത്യത്തിൽ ആ ആട്ടിടയന്മാർക്ക് കിട്ടിയൊരു സന്ദേശം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ആട്ടിടയന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താണ്? വീടില്ല, നല്ല ഉടുപ്പില്ല, തണുപ്പത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാത്രിയിൽ പോലും ഉറക്കമില്ല. കാരണം എന്താണ്? അവർ ഈ ആടുകളെ സംരക്ഷിക്കണം. ആടാണ് അവർ. ആട് ജീവിതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ജീവിതം, ആടിനു വേണ്ടി മാത്രം ജീവിക്കുക. അങ്ങനെ ജീവിച്ച് ആടിൻ്റെ മാനസികാവസ്ഥയിലേക്ക് വളർന്നു പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന മനുഷ്യർ കുളിക്കാറില്ല, നനയ്ക്കാറില്ല, അതൊന്നും ചിന്തിക്കാറില്ല. ആടാണ് അവരുടെ ജീവിതം. അങ്ങനെ ജീവിക്കുന്ന കുറേ പേർക്ക് പെട്ടെന്നൊരു സന്ദേശം, സത്യത്തിൽ ഒരു കൽപ്പനയായിരുന്നു. നമുക്കൊക്കെ മെത്രാപ്പോലിത്തമാരുടെ കൽപ്പന വരാറുണ്ട്. കൽപ്പന സാധാരണ വായിക്കുന്ന എപ്പോഴാണ്? എല്ലാവരും ഉള്ള സമയത്താണ് വായിക്കുന്നത്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ ഈ കൽപ്പന. ഇടദിവസം വായിക്കുകയല്ല, ഇത് ഞായറാഴ്ച വായിക്കത്തുള്ളൂ. അതും കുർബാന ഏകദേശം തീരുന്ന സമയത്താണ് ഇത് വായിക്കുന്നത്. ഞങ്ങളൊക്കെ സാധാരണ ഇത് തീരുന്ന സമയത്താണ്. ഇവിടെ എങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ? രണ്ട് രീതിയിലുമുണ്ട്. ഇവിടെ എനിക്ക് അത്ഭുതം തോന്നി. ചില കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റി. സ്തോത്ര കാഴ്ച ആദ്യം എടുത്തത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ കൽപ്പന ഇങ്ങനെ നമ്മുടെ എവിടെയൊന്നും ഇത് പറ്റുകയില്ല. കാരണം എന്താണ്? കൺവെൻഷൻ തീരാറാകുമ്പോഴേ ആൾ വരത്തുള്ളൂ. അപ്പം ആദ്യം എടുത്താൽ സംഗതി, അവസാനം എടുക്കുന്നതിനുള്ള പ്രശ്നം എന്താണ്? കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് ആൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്തോത്ര കാഴ്ച എടുക്കലൊക്കെ ഒരു സ്ട്രഗിളാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് പിരിച്ചുകൊണ്ട് പോരുന്നത് കണ്ടുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇതിനി അവിടെ അപ്ലൈ ചെയ്യാം. ധ്യാന കേന്ദ്രത്തിന് എനിക്കൊരു പുതിയ ആശയം കൂടെ കിട്ടി. അപ്പൊ പ്രിയമുള്ളവരെ, ഈ തണുപ്പുള്ള രാത്രിയിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്, സകല ജനത്തിനും വേണ്ടിയുള്ള, ലോകം മുഴുവനുള്ള സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷ വാർത്ത. അതെപ്പോഴാണ് പറയുന്നത്? പാതിരാത്രിക്ക്. ലോകം മുഴുവൻ കേൾക്കണമെങ്കിൽ പകല് പറയണ്ടേ? എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ വേണ്ടേ പറയാൻ? ഉണർന്നിരിക്കുമ്പോൾ എല്ലാവരും തിരക്കിലാണ്, ആർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കിലാണ്. അതുകൊണ്ടാണെന്നാ രാത്രി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഉറക്കമുളച്ചിരിക്കുന്ന ആകെപ്പാടെ കുറേ പേരെ കണ്ടു. അവരോടിത് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷ വാർത്ത ഇതാ അറിയിക്കുന്നു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു രക്ഷകൻ ജനിക്കുന്നു. ആട്ടിടയന്മാർക്ക് വളരെ സന്തോഷമായി. അവരോർത്ത് ഒരു രക്ഷകനെ നോക്കിയിരിക്കുകയായിരുന്നു. രക്ഷകനെ കണ്ടിട്ട് വേണം ഞങ്ങളൊന്ന് രക്ഷിക്കാൻ പറയാൻ. കാരണം എന്താണ്? ഞങ്ങൾക്കൊരു വീടില്ല. രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ ഒരു വീട് ചോദിക്കണം, രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ ഒരു ഉടുപ്പ് ചോദിക്കണം, കാരണം തണുപ്പല്ലേ. രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ വേണം നല്ല ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിക്കണം. ഇതാണ് അവരെ സംബന്ധിച്ച് ഇപ്പം രക്ഷ. ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി അവർ രക്ഷകനെ തപ്പി നടന്നു. പക്ഷേ അടയാളമില്ല. അപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, കർത്താവ് എന്തായിരിക്കും അടയാളം? അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു അടയാളം കൊടുത്തു. ഇതാ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കീറിയ തുണിക്കകത്ത് കിടക്കുന്ന ഒരു കൊച്ചിനെ കാണും. അവരടയാളം കൃത്യമായിട്ട് എഴുതിയെടുത്തുകൊണ്ടാണ് പോയത്. അവർ പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് തപ്പും, കൊച്ചിൻ്റെ കരച്ചിൽ കൊണ്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടു. അവിടെ കയറി തപ്പി നോക്കുമ്പോഴാണ് കീറിയ തുണിയൊന്നും അല്ല, നല്ല തുണിയാണ്. പിന്നെ പുൽത്തൊട്ടിയിലല്ല കിടത്തിയിരിക്കുന്നത്, നല്ല, അപ്പോൾ അതല്ല. അങ്ങനെ തപ്പി അവസാനം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെ കണ്ട്. ആ കൊച്ചിനെ കണ്ടപ്പോഴാണ് അവർ മനസ്സിലായത്, തങ്ങളെക്കാൾ ഗതികെട്ട ഒരുവൻ
ഞങ്ങൾക്ക് ഉടുപ്പില്ല, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് കാര്യമായി ഒന്നുമില്ല. ഞങ്ങളെക്കാളും ഗതികെട്ട ഒരുവൻ ആരാ? ഞങ്ങളുടെ രക്ഷകൻ. അവര് ഒരുപക്ഷെ കന്യകമറിയാമിൻ്റെ അടുത്ത് ചോദിച്ചു കാണാം, ഈ കുഞ്ഞിനെ ഞങ്ങളൊന്ന് എടുത്തോട്ടെ. കന്യകമറിയാൻ പറഞ്ഞു, ആരും എടുക്കാനില്ല, നിങ്ങളെടുക്ക്, താരാട്ടുപാട്. അങ്ങനെ ആരാലും പരിഗണിക്കപ്പെടാതെ പോയി കിടന്ന ഒരു കുഞ്ഞ്, അതായിരുന്നു നമ്മുടെ രക്ഷകൻ്റെ വീട്. അതല്ലേ തീർത്ഥാടന കേന്ദ്രം? നമ്മൾക്ക് ദൈവസാന്നിധ്യമുള്ള ഇടമല്ലേ തീർത്ഥാടന കേന്ദ്രം? അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഏറ്റവും എളിയവൻ്റെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ അകലമാണ് എൻ്റെ ദൈവരാജ്യ പ്രവേശനത്തിലുള്ള എൻ്റെ അകലം. അതുകൊണ്ടല്ലേ അന്ത്യന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ കൃത്യമായി പറഞ്ഞു, രണ്ട് കൂട്ടരെ രണ്ട് സൈഡിൽ നിർത്തി. ഒരു വലതു ഭാഗത്തൊരു കൂട്ടർ, ഇടതു ഭാഗത്തൊരു കൂട്ടർ. രണ്ടുപേരോടുമായി കർത്താവ് പരീക്ഷയിട്ടു. എന്താണ് പരീക്ഷ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. അവർ ചോദിച്ചു, അങ്ങനെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ പലർക്കും കൊടുത്തിട്ടുണ്ട്, അച്ഛന്മാർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അതൊന്നും കണക്കിലില്ലേ? അപ്പോൾ ഒരു വിഭാഗം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വിശന്നവനായി വന്നു, എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ദാഹിക്കുന്നവനായി വന്നു, എനിക്ക് വെള്ളം തന്നില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. ഉടനെ അവർ ചോദിച്ചു, അങ്ങനെ നീ വിശക്കുന്നവനായി വന്നില്ല, ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾ പലർക്കും കൊടുത്തു, അതൊന്നും ഈ കണക്കിലില്ലേ? ഉടനെ കർത്താവ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളിലെ ഏറ്റവും ചെറിയവനെ കൊടുത്തപ്പോൾ കറക്റ്റ് എൻ്റെ വായി തന്നെയാണ് വീണത്. അപ്പോൾ ഫിഷ് മോളിയൊന്നും നമ്മുടെ വായിലേ വീണുള്ളൂ, കർത്താവിൻ്റെ വായി ചെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരുന്നത് സന്തോഷമാണ്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സ്വർഗത്തിൽ പോകാൻ വേറെ വഴി നോക്കണം. ഞങ്ങളുടെ കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുർബാന കഴിയുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ മനസ്സിൽ ഓരോരുത്തരും ഓരോ ആടുകൾ ഓരോന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ പറയും, മൂടൻ, മാണ്ടൻ, ഇത് പറഞ്ഞുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം 10 പ്രാവശ്യം നരകത്തിൽ പോകുന്ന പാർട്ടികളാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് നോക്കാതെ, ഇതാ അങ്ങകലെ ഒരു ചെറിയ വീട്, വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ. കൃത്യം കർത്താവ് പറയാണ്, നിങ്ങൾ സംശയിക്കേണ്ട, അവർക്ക് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര സത്യത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും എളിയവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ യാത്രയാണ് പ്രിയമുള്ളവരെ. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. തോട്ടക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തോട്ടക്കാട്. അപ്പം ഞാൻ ഈ തൂത്തുകുട്ടിയിൽ അച്ഛനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഒരു കൊച്ചച്ഛനായിട്ട് വന്നതാണ് ഈ കോട്ടയത്ത്. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യനല്ല നടപ്പുണ്ട്. അയാളുടെ പ്രത്യേകത, രാത്രിയാകുമ്പോൾ തലയൊരു കുടമൊക്കെ വെച്ച് അയാൾ വന്ന് വീടിനിട്ടൊക്കെ കൂട്ടും. അപ്പം ഞാൻ താമസിക്കാനോട് വന്നു കഴിഞ്ഞപ്പം പള്ളിമുറിക്കിട്ടും കൂട്ടും. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ജനലിനിടവഴി നോക്കുമ്പോൾ മരിച്ച ആത്മാക്കളാണോന്നും അല്ലെങ്കിൽ അറിയാനായിട്ട് നോക്കുന്നു. അന്നേരമല്ല, ഒരു കുടം തലയെ വെച്ചുകൊണ്ട് ഒരുത്തൻ പോകുന്നത് കാണാം. ഇയാളാണ്. അങ്ങനെ ഇത് വലിയ ശല്യമായി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പള്ളിക്കാർ വന്ന് പറഞ്ഞു, ഇവനാണ്ട കുരിശുത്തൊട്ടിക്ക് അകത്ത് കയറിയിരിപ്പുണ്ട്. അപ്പം അവന് തോന്നുന്നു അവൻ ഗീവറീസതയാന്ന്. അവൻ അതിനകത്ത് കയറി ഇരിക്കുകയാണ്. കയ്യിലൊരു കെട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരോടും വരാൻ പറഞ്ഞു. ഇവനെ പിടിച്ചു കെട്ടി എത്രയും പെട്ടെന്ന് പള്ളി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇവനെ പള്ളി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര വയലൻ്റാണ്. അപ്പം ഞാനോട്, രാധാകൃഷ്ണ, നിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണ്. എന്നാൽ പിന്നെ അത് പറയണ്ടേ, പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ മേലേ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോറിക്ഷയെ കയറ്റി ഇവനെ ഈ തോട്ടക്കാട് കുട്ടിച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു അനാഥശാലയിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവനെ അവിടെയൊക്കെ ആക്കിയല്ല ശേഷം ഞാൻ ഈ കുട്ടിച്ചനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിച്ചന് ഞാൻ ഇച്ചിരി ഡൊണേഷൻ, ഇച്ചിരി പൈസ പള്ളിയിൽ നിന്ന് കൊടുത്തു. ഉടനെ കുട്ടിച്ചൻ പറഞ്ഞു, അച്ഛൻ തന്നെ അങ്ങ് എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടിച്ചൻ എഴുതിയാൽ മതി, സൈനൊക്കെ ചെയ്യേണ്ടത് കുട്ടിച്ചനല്ലേ? എന്നേരം പറഞ്ഞു, എനിക്ക് എഴുത്തും വായന അറിയാൻ മേല. ഒരു 10-50 മാനസിക രോഗികളെ നോക്കുന്ന മനുഷ്യനാണ്, എനിക്ക് എഴുത്തും വായന അറിയാൻ മേല.
അപ്പം ഞാൻ ചോദിച്ചു, പിന്നെങ്ങനെയാണ് കുട്ടിച്ചൻ ഇതൊക്കെ തുടങ്ങിയത്? അന്നേരം പറഞ്ഞു, അതൊരു കഥയാണ്. എനിക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ ഞാൻ എല്ലാ ധ്യാനത്തിനും പോകും. ഈ കരിസ്മാറ്റിക് കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അവിടെ ധ്യാനം ഒക്കെ അങ്ങോട്ട്, പ്രസംഗം എല്ലാം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ അച്ഛൻ വിളിച്ചു പറയും, 5 പേർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ഈ കുട്ടിച്ചൻ എന്നും പോയി ഇത് കേൾക്കാൻ നിൽക്കും. അപ്പോൾ ഒരു 5 പേരുടെയോ 6 പേരുടെയോ ഒരു നമ്പറൊക്കെ പറയും. അതിൽ ഞാൻ ഉണ്ടാകും, കർത്താവ് എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു ലിസ്റ്റിലും കുട്ടിച്ചൻ വന്നില്ല. കുട്ടിച്ചനെ അത് വല്ലാതെ നിരാശയിലാക്കി. അങ്ങനെ കുട്ടിച്ചൻ ധ്യാനത്തിന് പോക്ക് നിർത്തി. അപ്പോഴാണ് ഒരു ധ്യാനഗുരു അച്ഛൻ കുട്ടിച്ചൻ്റെ പള്ളിയിലേക്ക് വികാരിയായിട്ട് വന്നു. അതോടുകൂടി കുട്ടിച്ചൻ്റെ സന്തോഷമായി. ഈ അച്ഛൻ എന്നെങ്കിലും പറയുന്നതിനകത്ത്, ഞാൻ ഇടവക്കാരനാണല്ലോ, എൻ്റെ ലിസ്റ്റും വരുമെന്ന് ഓർത്ത് കുട്ടിച്ചൻ ഇരുന്നു. അച്ഛൻ വിളിച്ചും പറഞ്ഞില്ല, കുട്ടിച്ചന് കുട്ടിയുണ്ടായില്ല. അവസാനം ഒരു ദിവസം അച്ഛൻ, വികാരി അച്ഛൻ കുട്ടിച്ചനോട് പറഞ്ഞു, നീ ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞു. കുട്ടിച്ചൻ ചെന്നു. അപ്പോൾ ആ തിണ്ണയിൽ ഒരു മാനസിക രോഗി ഇരിപ്പുണ്ടായിരുന്നു. ആ മാനസിക രോഗിയെ കയ്യിൽ പിടിച്ചിട്ട് കൊടുത്തു. കുട്ടിച്ച, നിനക്ക് മക്കളില്ലെന്ന് നീ പറഞ്ഞില്ലേ, ഇവന് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്, ഇവനെ കൊണ്ട് വീട്ടിൽ വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കുട്ടിച്ചൻ ഈ മനുഷ്യനെയുമായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് ആ മനുഷ്യനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർ വേറെ ആളെ പിടിച്ചുകൊണ്ട് ചെന്നു. അങ്ങനെ കുട്ടിച്ചൻ്റെ വീട്ടിൽ ഒരു 5-8-10 ആളായി. അതിനിടയ്ക്ക് കുട്ടിച്ചനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് സാമ്പത്തികമായ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ ആളുകളുടെ മുമ്പിലൊന്നും ചെന്ന് ചോദിക്കാനായിട്ട്, എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് പണക്കാരുടെ ഒന്നും വീട്ടിൽ ചെന്ന് പൈസ ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. ആരെങ്കിലും തന്നാൽ ഉപയോഗിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ താടിയൊക്കെ നീട്ടി, ശരീരമൊക്കെ മണ്ണുമൊക്കെ പരണ്ട ഒരു മനുഷ്യനാണ്. അയാൾ എല്ലാവരെയും കൊണ്ടുവിടുകയാണ്. ഇയാൾ അങ്ങോട്ട് കയറി വന്നു. അയാളുടെ ഭാഷ വേറെ ഏതാണ്ട് സ്റ്റേറ്റിലെ ആളുടെ ഭാഷയാണ്. അയാൾക്ക് കുട്ടിച്ചന് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ വരുന്നവരെ ഒരു സെല്ലിൽ അടയ്ക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഈ കുട്ടിച്ചൻ ഈ മനുഷ്യനെ സെല്ലിലടച്ച. ആദ്യത്തെ ദിവസം 3 പേരെ സെല്ലിലടച്ച. ആ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ സെല്ലിൽ ഇയാളെ പൂട്ടിയിട്ടു. പിറ്റേ ദിവസം അവിടെ നിന്നൊരു വേറൊരു മാനസിക രോഗിയായ ചെറുപ്പക്കാരനാണ് അവൻ്റെ മുടിയെല്ലാം വെട്ടിമാറ്റിയത്. അവനോട് ഇപ്പോൾ അവൻ പറഞ്ഞു, ഞാനാണ് ഇയാളുടെ മുടി വെട്ടിമാറ്റിയത്. എന്നിട്ട് 2-ാം ദിവസം വീണ്ടും പൂട്ടിയിട്ടു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവനെ പിന്നെ ആളുകളുടെ ഇടയിലേക്ക് വിടുന്നത്. 3-ാം ദിവസം രാവിലെ കുട്ടിച്ചൻ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ 3 പേരുള്ള മുറിയിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ കുട്ടിച്ചനെ മൊത്തം നോക്കി, എല്ലാം അടഞ്ഞ മുറി. അടഞ്ഞ മുറിക്കകത്ത് 3 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേരേ ഉള്ളൂ. കുട്ടിച്ചന് ഭയങ്കര അതിശയായി. അയാൾ വന്നപ്പോൾ ഒരു 1000 രൂപ ഉണ്ടായിരുന്നു. അത് ഇവർ കൊടുക്കുകയും ചെയ്തു. കുട്ടിച്ചൻ ചെന്ന് നോക്കിയപ്പോൾ 1000 രൂപ ഇരിപ്പുണ്ട്. കുട്ടിച്ചൻ വികാരി അച്ഛൻ്റെ അടുക്ക് ചെന്നു, അച്ഛാ, ഇന്നലെ 3 ദിവസമായിട്ട് വന്ന മനുഷ്യൻ മുറിക്കകത്തുണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. നീ പൂട്ടിയിട്ടാണോ? പൂട്ടി. എങ്ങനെയും മേളിൽ കൂടെ ചാടിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം അടഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ, എനിക്ക് അങ്ങനെ ഉള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അടഞ്ഞ മുറിക്കുള്ളിലേക്ക് കയറാനും അടഞ്ഞ മുറിക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകാനും കഴിയുന്ന ഒരാൾ. അയാളുടെ പേര് യേശു എന്നാണ്. ഒരുപക്ഷെ നിന്നെ സന്ദർശിച്ചത് ക്രിസ്തു ആയിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ, ആയിരിക്കാം. കുട്ടിച്ചൻ എന്നോട് പറയുമായിരുന്നു, എൻ്റെ അച്ഛ, അതിനുശേഷം എൻ്റെ കലവറയിൽ ഭക്ഷണമില്ലാതെ വന്നിട്ടില്ല. എൻ്റെ സ്ഥാപനത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതുവരെ പുല്ലുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. എവിടുന്ന് എനിക്ക് ഈ ശക്തി കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഏറ്റവും എളിയവൻ്റെ അടുക്കിലേക്ക് അവൻ യാത്ര നടത്തി. ദൈവരാജ്യം അവനെ തേടി വന്നു, അവനെ പുൽകി. അവൻ്റെ ഉള്ളിൽ ദൈവരാജ്യം സംസ്ഥാപിതമായി. അനേകം പേർ വന്ന് അവിടെ കൂടുകൂട്ടി. അനേകം പേർ, ഒരു കടുകുമണിയായിരുന്നവൻ വളർന്നു വൃക്ഷം പോലെയായി. അനേകം പേർ കൂടുകൂട്ടി. കണ്ടോ? ഇതാണ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു നീതിയാണ്. ഈ ദൈവരാജ്യ നീതി നമ്മുടെ ഇടയിൽ സംസ്ഥാപിതമാകണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവമാണെന്ത്? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തെ കയറണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വായനയിൽ പാഠത്തിൽ വായിച്ചത്. എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്.
നിങ്ങളുടെ ചുറ്റുമുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ, സുവിശേഷത്തെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? മാനസാന്തരപ്പെട്ട ഒരു മനസ്സുണ്ടാകണം. എന്താ ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? എനിക്ക് സത്യത്തിൽ ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ശരിയായി മനസ്സിലായത് ഈ അടുത്ത കാലത്ത് 24 ചാനലിൽ ഒരു ചർച്ച കേട്ടപ്പോഴാണ്. അതുവരെ ഒത്തിരി അച്ഛന്മാർ ഈ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് എഴുത്തോടെ എഴുത്താണ്. യാക്കോബയിലെ അച്ഛന്മാരല്ല, മർത്തോമായിലെ അച്ഛന്മാരും വന്ന് എഴുതിച്ചിട്ടുണ്ട് ഞങ്ങളെ. എന്നെ പഠിപ്പിച്ച് മർത്തോമായിലെ നമ്മുടെ കോശി അച്ഛനൊക്കെ സുവിശേഷമൊക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ മുറിക്കകത്തോടെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ അങ്ങ് എടുത്തുകളയും. നിങ്ങൾ എൻ്റെ ബൈബിളിലോട്ട് നോക്കിയാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം മുഴുവൻ വരച്ച് എൻ്റെ ബൈബിളിൽ ഇനി വരയ്ക്കാൻ ബാക്കിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതുപോലത്തെ എടുപ്പായി അച്ഛൻ എടുക്കുന്നത്. ഈ മല്ലപ്പള്ളിയിലുള്ള നമ്മുടെ കോശി അച്ഛൻ, ആ അച്ഛനെ അങ്ങോട്ട് എന്താണ് പെരുവരയിൽ അങ്ങോട്ട് പൊങ്ങും. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുമ്പോൾ മേശപ്പുറത്തൂടെ അങ്ങോട്ട് പൊങ്ങിയിട്ട് തലയെല്ലാം അങ്ങോട്ട് നീട്ടി നമ്മൾ ആകെപ്പാടെ പ്രശ്നത്തിലായി പോകും. ഇനി പൗലോസ് അപ്പോസ്തലൻ അല്ലാതെ ജീവിക്കാനേ ഇനി ഈ ഭൂമി സാധിക്കില്ലെന്നുള്ള അവസ്ഥയിൽ അച്ഛൻ കൊണ്ടെത്തിക്കും. അതായിരുന്നു അച്ഛൻ്റെ ക്ലാസ്. സത്യത്തിൽ വലിയ ക്ലാസ്സായിരുന്നു. ഈ ക്ലാസ് എന്നെ വലിയ അർത്ഥത്തിൽ ഒരു സുവിശേഷ ശുശ്രൂഷയിലേക്ക് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാൻ ഈ അടുത്ത കാലത്ത് 24 ചാനലിൽ ഒരു ചർച്ച കേട്ടു. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, മെയിലുണ്ട്, ഫീമെയിലുണ്ട്, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ഈ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ കുറേ സാരിയൊക്കെ കൊടുത്ത് കുറേ പെണ്ണുങ്ങളെ പോലെ പെണ്ണ് കാണും തോന്നും, പക്ഷേ കൈയൊക്കെ കാണും ആണുങ്ങളുടേതുപോലെ, ചിലപ്പോൾ താടി കാണും, ഇങ്ങനെയുള്ള. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കുമൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇവരുടെ ശരീരത്തിൽ കുറേ ഭാഗം പുരുഷന്മാരുടേതുപോലെയും കുറേ ഭാഗം സ്ത്രീകളുടേതുപോലെയും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് ഞാൻ കുറേ നാളുകൾ മനസ്സിലാക്കിയിരുന്നത്. ഈ 24 ചാനലിൽ ഈ അടുത്ത കാലത്ത് വന്ന ചർച്ച ചെയ്തായിരുന്നു. ഒരു ആള് ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി, മറ്റേ ആള് ഓപ്പറേഷൻ ചെയ്ത് ആണായി മാറി. എന്നിട്ട് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവരുടെ മതനിഷ്ഠകളൊന്നും ഇവർക്ക് പാലിക്കാൻ അവരുടെ മതം അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അവിടുത്തെ മത നേതാവും ഈ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ്. അരുണാണത് ആ ചർച്ച അവതാരകനായി നിന്നത്. നിങ്ങളൊന്ന് പോയി അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ ചർച്ചയും കൊണ്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ മതനേതാവ് പറഞ്ഞു, അത് പല കാര്യങ്ങളും പറഞ്ഞു, അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ടാൽ മതി. പക്ഷേ ഈ പെൺകുട്ടി അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെന്താ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ അമ്മ പെണ്ണായിട്ടാണ് വളർത്തിയത്. പക്ഷേ ഞാൻ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഈ ആൺകുട്ടിയുടെ വേഷം ഇടാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു ജീൻസ് കിട്ടാൻ, ഒരു ഷർട്ട് കിട്ടാൻ. പക്ഷേ എനിക്ക് പാവാടയും ബ്ലൗസും തന്നെ എന്നെ കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആൺ ശരീരത്തിൽ, എൻ്റെ പെൺ ശരീരത്തിൽ ഒരാൺ മനസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ പെൺ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഒരാണും എൻ്റെ ആൺ ശരീരത്തിലുള്ളത് ഒരു പെണ്ണുമായിരുന്നു. എൻ്റെ മനസ്സ് പെണ്ണായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മനസ്സിനോട് നീതി പുലർത്താൻ ഞാൻ എൻ്റെ ശരീരം ഓപ്പറേഷൻ ചെയ്ത് ഞാൻ പെണ്ണായി. അപ്പോൾ എനിക്ക് വളരെ തോന്നി. അയാളുടെ മനസ്സിനോട് എന്ത് ചെയ്തു? നീതി പുലർത്താൻ അയാൾ ഓപ്പറേഷൻ ചെയ്ത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ ശരീരം അങ്ങനെ ആക്കിയത്. മറ്റേ ആളും അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരാൾ ആരാണെന്ന് നിശ്ചയിക്കുന്നത് എന്താണ്? അയാളുടെ മനസ്സാണ്. അങ്ങപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നിലെ ആത്മീയ മനുഷ്യൻ ഉണർന്നു. ഞാനൊരു
ഇടയനാണെന്ന് ലോകം മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നപ്പോഴാണ്. എൻ്റെ മനസ്സ് ഒരിടയൻ്റെ മനസ്സാകുമ്പോഴാണ് ഞാൻ ആരാകുന്നത്? ഞാനൊരു ഇടയനാകുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്നാ തോന്നും? ഈ സ്ലീവായും ഞാൻ പറഞ്ഞില്ലേ 10, 15, 20 മീറ്റർ തുണിയും മാലയും ഫോട്ടോയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ താടിയെല്ലാം വളർത്തി നിന്ന് കഴിയുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് തോന്നും? ഉറപ്പായിട്ടും ഒരു ഇടയനായിട്ട് തോന്നും. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഇടയനാകുന്ന എപ്പോഴാണെന്നറിയോ? എൻ്റെ മനസ്സ് ആടുകൾക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാകുന്ന ക്രിസ്തുവിൻ്റെ ഒരു മനസ്സിനോട് ഐക്യപ്പെട്ടാൽ മാത്രമേ ഞാനൊരു യഥാർത്ഥ ഇടയനാകത്തുള്ളൂ. അവിടെ എത്തുമ്പോഴാണ് എൻ്റെ മാനസാന്തരം പൂർണ്ണമാകുന്നത്. എൻ്റെ മനസ്സ് ഈ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്കിലൊരു പടം കണ്ട്, ഒരു കറുത്ത ഷർട്ടും ഒരു മുണ്ടും ഉടുത്ത് നിൽക്കുന്ന ഒരച്ഛൻ്റെ പടമാണ്. അത് ഈ പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അതിനകത്ത് മറ്റോ ഇതുണ്ട് ഇങ്ങനെ ഈ പ്രേമ സിനിമയിൽ. അപ്പോൾ അതുപോലെ അച്ഛൻ്റെ കറുത്ത ഷർട്ടും ഇട്ട് വെള്ളം മുണ്ടും എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു പടം ഇട്ട്. അപ്പോൾ അത് വലിയ വിമർശനത്തിന് കാരണമായി. തിരുമേനിമാരെല്ലാം അവിടെ പറഞ്ഞ് ഇങ്ങനെ ഇനി ഫേസ്ബുക്കിലൊന്നും എന്ത് ചെയ്ത് കുപ്പായിടാത്ത പടങ്ങൾ ഇടരുത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചകളുണ്ടായി. ഞാനൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ആ അച്ഛൻ്റെ മനസ്സ്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താ? ആ അച്ഛൻ്റെ മനസ്സ് എവിടെയാണ് കിടക്കുന്നത്? അച്ഛൻ്റെ മനസ്സ് ഒരു സിനിമാ നടൻ്റെ മനസ്സാണ്. അച്ഛൻ എന്ത് ചെയ്തു? അത് ശരീരത്തിൽ ധരിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സത്യത്തിൽ നമ്മളെ നോക്കുമ്പോൾ ഒരു പുരോഹിതൻ, സത്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് കരയുകയാണ് പ്രിയമുള്ളവർ. അച്ഛന് ഭയങ്കര കടബാധ്യതയാണ്, 1 കോടിയിലധികം രൂപ കടബാധ്യത. ഞാൻ അച്ഛന്മാരുടെ ധ്യാനം, ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു, വിഷമിക്കാതെ അച്ഛാ, ഇവിടെ ഇരിക്കുക, കർത്താവല്ലേ എല്ലാം ചെയ്യുന്നത്, ഇരിക്കവിടെ ഇരുന്നു. അച്ഛൻ ധ്യാനം കൂടി, ധ്യാനത്തിനിടയിലെല്ലാം അച്ഛൻ കരയുകയാണ്. ഈ ധ്യാന ഗുരുക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, ധ്യാനത്തിനിരിക്കുന്ന ആളുകൾ കരയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് കാണുമ്പോൾ ഞാൻ ചില അച്ഛന്മാരൊക്കെ കരയുന്നുണ്ട് കേട്ടോ, സംഗതി കേൾക്കുന്നുണ്ട്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പം ഈ അച്ഛൻ എന്നെ കാണാൻ വന്നു. അച്ഛൻ എന്നെ പറഞ്ഞു, എൻ്റെ തിരുമേനി, ഈ ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു. ഈ ധ്യാനം കൂടി വളരെ സമാധാനവും സന്തോഷം എനിക്കുണ്ട്. ഞാൻ തിരുമേനോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ, എന്തെങ്കിലും ഉണ്ടേ പറ. അന്നേരം പറഞ്ഞു, അതെ, എനിക്ക് 1-2 കോടി രൂപ കടമുണ്ട്. ഞാൻ എറണാകുളത്ത് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതൊന്ന് വിറ്റ് കിട്ടുകയാണെങ്കിൽ എൻ്റെ കടങ്ങളെല്ലാം വീട്ടുകയും ചെയ്യും. തിരുമേനിയുടെ ഈ പള്ളി പണിയാതെ കിടക്കുകയല്ലേ, കുറച്ച് പൈസ ഞാൻ ഈ സ്ഥലം വിറ്റ് കഴിയുമ്പോൾ ആർക്ക് തരാം? തിരുമേനിക്ക് തരികയും ചെയ്യാം. അതുകൊണ്ട് തിരുമേനി പ്രാർത്ഥിക്കുകയും ചെയ്യണം. തിരുമേനിക്കാവുമ്പം നല്ല പരിചയമുണ്ടല്ലോ ഇവിടെ എല്ലാ ആളുകളെ. അതുകൊണ്ട് തിരുമേനിയും കൂടെ ഇടപെട്ട് ഈ സ്ഥലം ഒന്ന് വിപ്പിച്ചു തരണം. 3-4 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനകത്ത് പാർട്ണറായിട്ട് ചേർത്ത്. എൻ്റെ 4 ദിവസത്തെ ധ്യാനം കൊണ്ട് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റിൽ അച്ഛൻ എന്നെ എന്ത് ചെയ്തു? ഒരു പാർട്ണറായി ചേർക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ മനസ്സ് 3 ദിവസമായി സുവിശേഷം കേട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് റിയൽ എസ്റ്റേറ്റ് മനസ്സിൽ നിന്ന് എന്തായിട്ടില്ല? ഇതുവരെയും ഇടയത്വത്തിലേക്ക് വളർന്നിട്ടില്ല. ഇടയത്വത്തിലേക്ക് വളർന്നിട്ട് വേണ്ട ഇനി എങ്ങോട്ട് പോകാൻ? ദൈവരാജ്യത്തിലേക്ക് പോകാൻ, എളിയവൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ മാനസാന്തരം എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളൊക്കെ പള്ളിയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ സത്യത്തിൽ ക്രൈസ്തവരാണ് ഇരിക്കുന്നത്, പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സ് കാണാനില്ല. പിന്നെ എന്തൊക്കെ മനസ്സാണ് ഉള്ളത്? നമ്മൾ സിനിമാ നടന്മാരുടെ മനസ്സ്, സിനിമാ നടിമാരുടെ മനസ്സ്. ഈ അച്ഛന്മാരൊക്കെ ഈ വേഷം കെട്ടുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാറില്ല കേട്ടോ. ഞാൻ അനൗൺസ്മെൻ്റ് ഒന്നും ചെയ്യുകയില്ല. ഈ ഡ്രസ്സിന് ഇച്ചിരി നീളം കുറഞ്ഞു പോയെന്നോ, പിന്നെ പാൻറ്റ് കീറിയ പാൻറ്റുമായിട്ട്. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു. കാരണം എന്താണ്? മൊത്തം കീറിയ പാൻറ്റ് ഇട്ടുകൊണ്ട് വരും. അന്നേരം പറഞ്ഞു, ഇത് ഞങ്ങൾ മേടിച്ചിട്ട് കീറുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മാനസാന്തരം ഇല്ലാത്തത് എന്താണ്?
യേശുവിനെ അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ യേശുവിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സ് വളരണം, ഐക്യപ്പെടണം. നമ്മളൊക്കെ പുറമേ ഭയങ്കര സംഭവങ്ങളാണ്. ഞാൻ ഈ അച്ഛനൊക്കെ ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ സുവിശേഷ വേദിയിലൊക്കെ ചെല്ലുമ്പം അച്ഛന്മാർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളെക്കുറിച്ച് അങ്ങ് നല്ലത് തട്ടിവിടും. ഞാനിത് കേട്ട് കേട്ട് എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു, ഞാൻ വലിയ സംഭവമാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പാലിയേറ്റീവ് സെൻ്റർ അങ്ങനെ ഭയങ്കര ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു സംഭവം അങ്ങ് തുടങ്ങി. എന്താണ്? ഏറ്റവും താഴെക്കടയിൽ മരിക്കാൻ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഒരു സെൻറ്റർ. ഒരു 1-2 കോടി രൂപ മുടക്കി കെട്ടിടമെല്ലാം പണിത് നല്ല സൂപ്പറാക്കി. അതിനുശേഷം ഡോക്ടർമാരെയും നേഴ്സുമാരെയും വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടിരിക്കുക, ഇതിനെ ചർച്ചയൊക്കെ നടത്തി. എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട്. എന്താണ്? 4 നേഴ്സ്, പിന്നെ കുക്കിങ്ങിനാൾ, എപ്പോഴും ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, യൂറോപ്പിലൊക്കെ ഞാൻ പോയിട്ട് വന്ന് അവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലീനിങ്, എല്ലാം സൂപ്പറായിരിക്കണം. അവരെല്ലാം വെച്ചു. പക്ഷേ ഒരൊറ്റ രോഗി പോലും വന്നില്ല. എൻ്റെ പ്രതീക്ഷ അതല്ലായിരുന്നു. രോഗികളെയും കൊണ്ട് ആളുകളിങ്ങനെ വരുമെന്നായിരുന്നു. ഒറ്റ രോഗി പോലും ഇല്ല. ഞാൻ വളരെ വിഷമത്തിലായി. അങ്ങനെ ഇരിക്കെ എവിടെയോ ഒരു അമ്മച്ചി കിടക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞ് ഒരു കല്യാണം കഴിക്കാത്ത ഒരു അമ്മച്ചിയെ ഒരു തരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഈ അമ്മച്ചിയെ നോക്കുന്ന എത്ര പേരാണ്? 4 നേഴ്സുമാർ വട്ടത്തിൽ നിന്ന് നോക്കുക. ആ കൂട്ടത്തിൽ ഒരു അച്ഛൻ്റെ ചാർജ്, എൻ്റെ സെക്രട്ടറി അച്ഛൻ ചാർജാണ്. ആ കൂട്ടത്തിൽ ഒരു തിരുമേനിയും ചാർജ്, ഒരാൾക്ക്. ഞങ്ങൾ ഈ അമ്മച്ചിയെ ആഗ്രഹം കൊണ്ടാണ് വീൽ ചെയറെ അച്ഛൻ തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ പറയും, ഞാനും തള്ളട്ടെ. അങ്ങനെ ഞാൻ തള്ളിക്കൊണ്ട് കിടക്കും. അങ്ങനെ ഒറ്റ രോഗിയെ പോലും കിട്ടാനില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത്, നമ്മുടെ നവജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റുണ്ട്. അവിടെ തോമസ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഒരു അറ്റൻഡർ ആയ മനുഷ്യനുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അവിടെ പോയി ഈ മാനസിക രോഗികളായ ആളുകൾക്ക് മുടി വെട്ടാനും ഷെയ്വ് ചെയ്യുവാനും ഒക്കെ പോകുമായിരുന്നു. എനിക്ക് ആ സ്ഥാപനമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ തോമസ് ചേട്ടനെ വിളിച്ചു. തോമസ് ചേട്ടൻ വന്നു. ഞാൻ ഈ സ്ഥാപനമെല്ലാം കാണിച്ചു. ഇത്രയും മനോഹരമായൊരു സ്ഥാപനം ഉണ്ടായിട്ട് എൻ്റെ സാറേ ഒറ്റ രോഗിയെ കിട്ടാനില്ല. ഉടനെ പറഞ്ഞു, പിതാവ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, രോഗികളെല്ലാം ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ആദ്യത്തെ വണ്ടിയെ കയറ്റി ഒരു രോഗിയെ ഇങ്ങോട്ട് അയച്ചു. 100 കിലോ തൂക്കമുള്ള രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു ഹൈന്ദവനായ മനുഷ്യനെയാണ് കൊണ്ടുവന്നത്. രാമകൃഷ്ണനെ കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ഈ രാമകൃഷ്ണനെ മാറി മാറി തള്ളിക്കൊണ്ട് നടക്കുകയാണ്. രാമകൃഷ്ണൻ ഒരു കൊച്ചു രാജാവിനെ പോലെ ഈ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പറയുമ്പോൾ ഇതൊക്കെ സത്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓർക്കരുത്, വെറുതെ തള്ളിവിടുക, നല്ല സത്യമാണിത്. രാമകൃഷ്ണൻ കൊച്ചു രാജാവിനെ പോലെ ഇരിക്കുകയാണ്. രാമകൃഷ്ണൻ ചോദിച്ചു, പുസ്തകം വല്ലതും ഉണ്ടോ? ഞാൻ 2-3 വലിയ ഇത്രയുള്ള പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിച്ച് മേടിച്ചതാണ്, പക്ഷെ വായിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ അച്ഛന്മാരുടെ ലൈബ്രറിയിൽ എന്തുമാത്രം പുസ്തകമാണ്, ആഗ്രഹിച്ച് മേടിച്ചതാണ്, അതേപടി ഇരിക്കുകയാണ്. ആ പുസ്തകം ഒക്കെ എടുത്ത് ഇവന് കൊടുത്തിട്ട് അടുത്ത ആഴ്ച ഈ രാമകൃഷ്ണൻ പറയും, വേറെ പുസ്തകം കൊണ്ടുപോവാ. രാമകൃഷ്ണൻ ദൈവശാസ്ത്രം പഠിക്കുന്നു, പിന്നെ രാത്രി പകലും പ്രാർത്ഥന, പത്രമൊക്കെ വായിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു രോഗിയെ കിട്ടി. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ രാമകൃഷ്ണനോട് ചെന്ന്, ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമല്ലെന്ന്, എൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിലെ ഒന്നുമല്ല എന്ന് ഞാൻ ഒരു ശൂന്യനായിപ്പോയത് രാമകൃഷ്ണൻ്റെ മുമ്പിലാണ്. രാമകൃഷ്ണൻ ഞാൻ ചുമ്മാ വെറുതെ ഒരു ദിവസം കഥ ചോദിച്ചു, രാമകൃഷ്ണൻ്റെ വീട് എവിടെയാണ്? പറഞ്ഞു, എൻ്റെ വീട് തമിഴ്നാട്ടിലാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് ജീവിച്ചത്. എൻ്റെ ഭാര്യ മരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ കല്യാണം കഴിച്ചത് 15 വയസ്സ് വ്യത്യാസമുള്ള കുറവുള്ള ഒരു പെൺകുട്ടിയാണ്. അവളൊരു ഹൈന്ദവ പെൺകുട്ടിയായിരുന്നു. അവളൊരിക്കൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് ടൂർ പോയി. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കയറി, ഇവളും കയറി. ഇവൾ കയറി ദേവാലയത്തിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദേവാലയം ആരാ? ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ ദൈവത്തിൻ്റെ വീട്ടിലാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് അവളിങ്ങനെ പ്രാർത്ഥിച്ചു നിന്ന്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഒരു സ്വരം എന്തായിരുന്നറിയോ? അവളുടെ പേര് വിളിച്ചു. അവളുടെ പേര് വിളിക്കുന്ന പോലെ തോന്നി. മോളെ. ആ വിളി കേട്ട് അമ്മയില്ലാത്ത അവൾ അവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ അവൾ അവിടെ നിന്നുപോയി. അവരെല്ലാവരും വണ്ടിയെ കയറിപ്പോയി. പോകുന്ന വഴിക്ക് എണ്ണി നോക്കിയപ്പോൾ ഒരാൾ കുറവ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവൾ കൈ കൂപ്പി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഏങ്ങലടിക്കുകയാണ്. സിസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റി? പറഞ്ഞു, യേശു. യേശു ഒക്കെ ശരിയാ, വാ കയറി പോവാന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിക്കൊള്ളു. അങ്ങനെ വണ്ടിയെ കയറ്റിപ്പോയി. അവളൊരു തീരുമാനമെടുത്തു, ഞാനൊരു സന്യാസിനിയാകും.
യേശുവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കും. അങ്ങനെ തീരുമാനമെടുത്തിരിക്കുമ്പോഴാണ് 18 വയസ്സായപ്പോൾ, ഈ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്, 18 വയസ്സായപ്പം ആങ്ങളമാരെല്ലാം കൂടെ പിടിച്ച് ഈ ബാധ്യത തീർക്കാൻ വേണ്ടി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു 15 വയസ്സ് കൂടുതലുള്ളൊരു മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ച അന്ന് രാത്രി ഈ പെൺകുട്ടി ആ രാമകൃഷ്ണനോട് പറഞ്ഞു, രാമകൃഷ്ണ, ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാകാൻ വേണ്ടി തീരുമാനം എടുത്ത ആളാണ്. രാമകൃഷ്ണൻ ഞടുങ്ങിപ്പോയി. രാമകൃഷ്ണൻ പറഞ്ഞു, എന്നിട്ട് നീ എന്നെ പറയാഞ്ഞത്? അയാൾ പുറത്തേക്ക് ഇറങ്ങി. അയാൾ ആ മുറി കിടന്നില്ല. പൂട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് അയാൾ പിറ്റേ ദിവസം രാവിലെ ചെന്നൈയിൽ ചെന്നൊരു മഠത്തിൽ കയറിയിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിക്ക് കന്യാസ്ത്രീ ആയിക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ പറഞ്ഞു, പേരൻസിൻ്റെ അനുവാദം വേണം, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞു, ഞാൻ ആ പെണ്ണിൻ്റെ ഭർത്താവാണ്. അവരെല്ലാം ചിരിച്ച്. രാമകൃഷ്ണനൊന്നും മനസ്സിലായില്ല. രാമകൃഷ്ണൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള സത്യമാണ്, പക്ഷെ ഇവർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ മുറിയിലോട്ട് കയറിയിട്ടേ ഇല്ല. ഉടനെ അവർ പറഞ്ഞു, രാമകൃഷ്ണ, കുടുംബജീവിതവും ഒരു ദൈവവിളിയാണ്. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇനി പുണ്യങ്ങളൊക്കെ ചെയ്ത് യേശു പറഞ്ഞ പോലെ ജീവിച്ചാൽ മതി, സ്വർഗം കിട്ടിക്കോളും. അങ്ങനെ അവർ ജീവിക്കാൻ തീരുമാനിച്ചു. രാമകൃഷ്ണൻ പറഞ്ഞു, 4 വർഷം ഞാൻ അവളുടെ മുറിയിൽ കിടന്നിട്ടില്ല. ഇനി കർത്താവെങ്ങാനും വന്നെങ്കിൽ എന്നെ ചെയ്യും, അതുകൊണ്ട് ഞാൻ കിടന്നില്ല. അതിനുശേഷം ഞങ്ങൾക്ക് കുട്ടികളും ഉണ്ടായില്ല. ഞങ്ങൾ 18 പെൺകുട്ടികളെ തെരുവിൽ നിന്നെടുത്ത്, പുറമ്പോക്കിൽ വീടില്ലാതെ കിടന്ന രാമകൃഷ്ണൻ 18 പെൺകുട്ടികളെ തെരുവിൽ നിന്നെടുത്ത് വളർത്തി കെട്ടിച്ചു വിട്ടു. പ്രിയമുള്ളവർ, അതിനുശേഷം ഒരു കുട്ടിയുണ്ടായി. കുറേ നാൾ കഴിഞ്ഞ് രാമകൃഷ്ണൻ ചോദിച്ചു, എടീ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തില്ലേ, ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? ഗവൺമെൻറ് വീട് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി സ്ഥലം മേടിച്ചാൽ മതി. ഉടനെ ആ പെൺകുട്ടി ചോദിച്ചു, രാമകൃഷ്ണ, നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ല. പിന്നെന്തിനാ നമുക്ക് വീട്? നമ്മുടെ ദേശം, നമ്മുടെ ഭവനം എവിടെയാ? അതാണല്ലോ നമ്മൾ പാടുന്നത്, എൻ്റെ ദേശം ഇവിടെയല്ല. എന്നിട്ട് 10 ഏക്കർ മേടിച്ച് അതിനെ വെളി കയറി ഇരിക്കുക, ആരെങ്കിലും അതിർത്തി മാന്തുന്നുണ്ടോ നോക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ഉടനെ രാമകൃഷ്ണൻ വേണ്ടെന്ന് വെച്ചു. ആ സ്ത്രീ മരിച്ചുപോയി. രാമകൃഷ്ണൻ അനാഥനായി. പിള്ളേരെ കെട്ടിച്ചു വിട്ട് അതുങ്ങൾ പോയി, പുറമ്പോക്കിലാണ് ജീവിക്കുന്നത്. പെട്ടെന്ന് രാമകൃഷ്ണന് ക്യാൻസറായി. എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത ആളായി. രാമകൃഷ്ണനെ ആരോ ട്രെയിനെ കയറ്റി ചെന്നൈക്ക് വിട്ടു. അവിടുന്ന് ആരാണ്ട് പൊക്കിയെടുത്ത് കോട്ടയത്തിന് കയറ്റി വിട്ടു, ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് കയറ്റി വിട്ടു. കോട്ടയത്ത് വന്നപ്പം ആരോ അവിടെ ഇറക്കിയിട്ട് ഈ മനുഷ്യൻ, നമ്മുടെ തോമസ്, ഇയാളെ കൊണ്ടുവന്നു. ഇയാൾക്ക് മാനസിക രോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനസിക രോഗികളുടെ ഇടയിൽ കിടന്നു കഴിഞ്ഞാൽ മാനസിക രോഗികളായിട്ട് അടിയാണ്. അപ്പോഴാണ് എൻ്റെ കോളി ചെല്ലുന്നത്. ഇതാ എൻ്റെ കോളി എന്ന ഉടനെ ഇതാ രാമകൃഷ്ണനെ ഇങ്ങോട്ട് അയച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചു, വീടില്ലാത്ത, ഉടുപ്പില്ലാത്ത, ഇതൊന്നും സമ്പാദിക്കാതെ പോയ രാമകൃഷ്ണൻ ഇപ്പം താമസിക്കുന്ന എവിടെയാ? കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കാൻ വേലക്കാരുത്തി, എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറും, എല്ലാ ദിവസവും ക്ലീൻ ചെയ്തേച്ച് പോകാൻ ആള്, ഹോട്ടൽ പോലെയാണ്. പിന്നെ 4 നേഴ്സുമാർ കൂടാതെ ഒരച്ഛനും ഒരു തിരുമേനി നിന്നോണ്ട് തള്ളുക രാമകൃഷ്ണനെ. ഇവനൊരു കൊച്ചു രാജകുമാരനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യത്തിൽ പ്രിയമുള്ളവരെ, എന്നിട്ടും പുള്ളി മാമോദീസ ഒന്നും മുങ്ങിയില്ല. മാമോദീസ മുങ്ങാതെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് അവസാനം ക്യാൻസർ രോഗം വന്ന് മരിച്ച രാമകൃഷ്ണൻ്റെ മുമ്പിൽ എനിക്ക് മനസ്സിലായി, നമ്മളൊന്നുമല്ലെന്ന്. മാമോദീസ മുങ്ങിയ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുമൊക്കെ കമ്പയർ ചെയ്താൽ ജീവിതത്തിലൊന്നും സമ്പാദിക്കാതെ ആ മനുഷ്യൻ മരിച്ച്. എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് രാമകൃഷ്ണൻ എന്ന പറയുന്ന മനുഷ്യൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു കെട്ടിടം പണിയാൻ ദൈവം എനിക്ക് ചാൻസ് നൽകി എന്നുള്ളതാണ് എൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും വലിയ അഭിഷേകമായിട്ട് ഞാൻ കാണുന്ന പ്രിയമുള്ളത്. അപ്പോൾ ദൈവരാജ്യം നമ്മളിലാണ്. ആ നമ്മുടെ ഉള്ളിൽ ഇതാ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്ത, നമ്മളിൽ നിന്ന് ഇത് എൻ്റെ യഥാർത്ഥ മുഖം എവിടെയാണ്? ക്രിസ്തുവിൻ്റെ മുഖമാണ്. അതെവിടെയാണ് സ്ഫുരിക്കാൻ പോകുന്നത്? ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയവൻ്റെ മുഖത്ത് യേശുവിൻ്റെ മുഖം കാണാൻ പറ്റുന്ന ഒരു എളിമയും ഒരു മനസ്സും ഒരു സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ എന്നുണ്ടാകുന്നു. ഏറ്റവും നമ്മുടെ ചെറിയവെന്ന് പറഞ്ഞാൽ ആരാ? ഇംഗ്ലീഷ് അറിയാത്തവൻ, പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, പള്ളി വന്ന് വഴക്കുണ്ടാക്കുന്നവൻ,
എന്തെല്ലാം രീതിയിലെ ചെറിയവരായി മാറിയിരിക്കുന്നു. നമുക്ക് തീരെ അസ്വസ്ഥതയായിട്ടുള്ള പലരുമുണ്ട്. അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖമല്ലേ ഇതിവിടെ ക്രിസ്തു ഉണ്ടല്ലോ എന്നോർത്ത് അവന് വേണ്ടി അർപ്പിക്കുന്ന ജീവിത ബലിയാണ് ദൈവരാജ്യത്തിലേക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലേക്കുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്കും ഭരിക്കുന്ന ഒരനുഭവത്തിലേക്കുമുള്ള നമ്മുടെ വളർച്ചയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ മാനസാന്തരം ക്രിസ്തുവിൻ്റെ മനസ്സോളം നമ്മുടെ മനസ്സ് വളരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സോളം നമ്മുടെ മനസ്സ് വളരേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. അതിനായിട്ടാണ് എന്നെയും നിങ്ങളുടെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് ഈ കേട്ട വചനം എന്താണ്? ഇതാ യേശുവിൻ്റെ ദൗത്യം. ദൈവരാജ്യം തൊട്ടടുത്തുണ്ട്. നിങ്ങളുടെ മനസ്സ് യേശുവിൻ്റെ മനസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഈ സുവിശേഷത്തിലെ ഓരോ വാക്കും തികച്ചും വിശ്വാസയോഗ്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ സുവിശേഷം വിശ്വസിക്കാൻ പറ്റും. സുവിശേഷം വിശ്വസിച്ചുള്ള നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം കണ്ടിട്ട് വേണം നമ്മുടെ മുഖത്ത് ദൈവകൃപ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ദൈവകൃപ പ്രകാശിക്കാനായിട്ട്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകുമെന്ന് ഓർത്തിട്ടാണ്. പുതിയ തലമുറയിലെ പിള്ളേരെ നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എല്ലാവരും ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് കാണുന്നത്. അതിന് കാരണം ഗോദ്രേജും മറ്റ് സംഭവങ്ങളൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെവിടെ? നമ്മുടെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും? അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തീ കത്തിക്കാൻ നമുക്ക് സാധിക്കണം, തീ പിടിപ്പിക്കാൻ സാധിക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് യൂഗോസ്ലാവിയയിലെ ഒരു കൊച്ചു വീട്ടിൽ, അപ്പൻ മരിച്ചുപോയൊരു വീട്ടിൽ അനാഥയായ അമ്മ, വിധവയായ അമ്മ, 2-3 കുഞ്ഞുങ്ങൾ. അമ്മ പറയും, മക്കളെ പാവങ്ങൾക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ, പട്ടിണിയാണ്. ഒരു ദിവസം അവിടുത്തെ ആഗ്നസ് എന്ന് പറയുന്ന പെണ്ണ് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഈ അമ്മ, വിധവയായ ചെറുപ്പക്കാരിയായ അമ്മ ഞങ്ങളോട് പറയാതെ, പിള്ളേരോട് പറയാതെ എവിടേക്ക് പോകുന്നു. ആഗ്നസിന് ഭയങ്കര ടെൻഷനായി. അമ്മ എന്താ ഇങ്ങനെ? ഒരു ദിവസം ആഗ്നസ് ഈ അമ്മ പോകുന്ന പുറകെ പോയി. അപ്പോൾ ഒറ്റയടി പാതയിലൂടെ അമ്മ ഇങ്ങനെ പോവുകയാണ്, കയ്യിലെന്തോ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ വീട്ടിനകത്തേക്ക് അമ്മ കതക് തുറന്ന് കയറിയിട്ട് കഥ അടച്ചു. ആഗ്നസിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ആഗ്നസ് പെട്ടെന്ന് ആ ജനാലയ്ക്കൂടെ വലിഞ്ഞു കയറി ഇടനാഴിയിലൂടെ അങ്ങോട്ട് നോക്കി, എന്താണ് എൻ്റെ അമ്മ ചെയ്യുന്നത് ഇതിനകത്ത്? അപ്പോൾ കണ്ട കാഴ്ച, ഒരു പ്രായമായ വൃദ്ധയായ മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ അവിടെ കിടക്കുന്നു. ആ സ്ത്രീയെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം, പട്ടിണിയിൽ നിന്ന് വെച്ച ഭക്ഷണം കൊടുത്ത്, ആ വസ്ത്രങ്ങൾ, അലക്കിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആ സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ട് ആരോടും മിണ്ടാതെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ആഗ്നസ് ആ ജനാലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് അമ്മയുടെ പിന്നാലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ഒരു വിശുദ്ധൻ്റെ അടുക്കിലേക്കുള്ള യാത്ര പോലെ, ഒരു ബലിപീഠത്തിലേക്കുള്ള യാത്ര പോലെ ആ അമ്മയുടെ നേരെ കൈയും കൂപ്പി ഈ പെൺകുട്ടി നടന്നു. സത്യത്തിൽ ആ പെൺകുട്ടി നടന്നത് അമ്മയുടെ പുറകെ ആയിരുന്നില്ല, അമ്മയുടെ ഹൃദയത്തിലേക്ക് ഉള്ള യാത്രയായിരുന്നു. അതവളെ തീ പിടിപ്പിച്ചു. അമ്മയുടെ മനസ്സ് അവളെ തീ പിടിപ്പിച്ചു. ആ തീ അവളുടെ നെഞ്ചിലേക്ക് കയറി. അവൾ നാടുവിട്ട് അവൾ കൽക്കട്ടയുടെ തെരുവിലേക്ക് വന്നു. അതാണ് നമ്മുടെ മദർ തെരേസ എന്ന് പറയുന്ന സ്ത്രീ. അവൾ അധികാരികളെതിര്, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പോലും എതിരായിരുന്നു, ചുറ്റുപാടുമുള്ള മതങ്ങളെല്ലാം എതിര്. അതിൻ്റെ മധ്യത്തിലൊരു സ്ത്രീ ഇങ്ങനെ അഗ്നിപന്തം പോലെ കത്തിയിരിക്കാൻ കാരണം എന്താണ്? അവളുടെ അമ്മയുടെ നെഞ്ചിൽ നിന്ന് കത്തിയ തീയാണ്. മോശയ്ക്ക് കിട്ടിയതുപോലെ ഒരഗ്നി അവളുടെ നെഞ്ചിൽ കിട്ടി. ഇപ്പം നമ്മുടെ കൊച്ചുങ്ങളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പുക വരുന്നുണ്ട്, തീയില്ല. ആ തീ വരേണ്ടത് എവിടെ നിന്നാണ്? ഈ അമ്മയുടെ കത്തുന്ന ഹൃദയത്തിൽ നിന്നാണ് പ്രിയമുള്ളവർ തീ വരേണ്ടത്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ ഒത്തിരി പഠനം നടത്തിയിട്ടുള്ള പുസ്തകങ്ങൾ. പക്ഷേ എന്നെ തീ കത്തിച്ചപ്പോഴാണെന്നറിയുമോ? എൻ്റെ കൊച്ചുപ്രായത്തിൽ എൻ്റെ അമ്മ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ എടുത്തുകൊണ്ടാണ് പള്ളിയിൽ പോയിക്കൊണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനവിടെ ഇരിക്കും, കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ. അപ്പോൾ ഈ പള്ളിക്കകത്ത് ഈ വലിയ മണിയടിയും ഒച്ചയും ബഹളമൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്.
അപ്പോൾ ഞാനിങ്ങനെ മുഖത്തോട്ട് നോക്കും, ഇതെന്താ സംഭവം? അപ്പോൾ അമ്മയുടെ മുഖം വികസിച്ച് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയെ തോണ്ടും കാലയിൽ. അന്നേരം അമ്മ എൻ്റെ മുഖത്തോട്ട് നോക്കാതെ എന്നെ ഇങ്ങനെ പൊക്കി പിടിക്കും. അപ്പോൾ ഞാനിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കും. അപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ചുമന്ന വസ്ത്രമൊക്കെ ഇട്ടൊരു ആൾ നിൽക്കുന്നു. അയാളുടെ തലയുടെ മേളിൽ മണിയടിക്കുന്നു, കിലുക്കുന്നു, ഒരു പാത്രം എടുത്ത് പൊക്കുന്നു, താക്കുന്നു. അച്ഛനാ. അപ്പോൾ ഞാൻ ഇതെന്തോ സംഭവമാണ്. അതിനുശേഷം അച്ഛൻ നേരെ ഈ പാത്രവുമായിട്ട് വരും. നിങ്ങളെല്ലാം ഭക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കഴിക്കുന്നു. ഞങ്ങളുടെ പള്ളിയിലെ കാര്യമാണ് പറഞ്ഞു. അന്നത്തെ ഒറ്റ മനുഷ്യന് കുർബാന കൊടുക്കുകയില്ല, അച്ഛൻ തന്നെ കഴിക്കും. കാരണം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വരുന്നവർക്ക് ഉള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇത് കൊടുക്കുന്നത് കാണുന്നില്ല. ഞാൻ ഓർത്ത് ഈ പാത്രവും ഈ മണിയടിയും ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിയത് എൻ്റെ അമ്മയുടെ മുഖത്ത് ഈ ബലിപീഠം കണ്ടപ്പോഴുണ്ടാകുന്ന ആ വൈകാരികമായ വികസനമാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പടവിലെ ഒരു കാര്യം. ഒരു കാരണം അതാണ്. ഞാൻ മെത്രാപ്പൊലീത്തയായി ഇറങ്ങിയപ്പോൾ പ്രിയമുള്ളവരെ, എന്നോട് ഒരു മാഗസിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നു. അവർ ചോദിച്ചു, തിരുമേനിയുടെ മനസ്സിനെ സ്വാധീനിച്ച വിശുദ്ധനാരാണ്? ഞാൻ പറഞ്ഞു, ഒത്തിരി വിശുദ്ധന്മാരുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. അവരാരും എന്നെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല. ഉള്ളത് പറയണമല്ലോ. എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വിശുദ്ധൻ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. അതെൻ്റെ അപ്പനാണ്. അതെൻ്റെ അപ്പനാണ്. ഒരു സാധാരണ പോലീസുകാരൻ. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കൈക്കൂലി മേടിച്ചിട്ടില്ല. എൻ്റെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത്. ആ അപ്പൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പറയും, എടാ നീ ഒരു അച്ഛനാകണം. അച്ഛനാകണമെന്ന അപ്പൻ പറഞ്ഞ അപ്പൻ്റെ മനസ്സിലെ ആ നല്ല ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അപ്പൻ്റെ മരണശേഷം, അതോടൊപ്പം തന്നെ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതനാകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തീരുമാനം ഞാൻ എടുത്തത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയമാണ് യഥാർത്ഥ ദൈവരാജ്യമായി മാറേണ്ടത്. അവിടെ കത്തി നിൽക്കേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിലാണ് കത്തി നിൽക്കേണ്ടത്. ആ തീയാണ് നമ്മുടെ അടുത്ത തലമുറയിലെ സഭ, അടുത്ത തലമുറയിലെ പുരോഹിതന്മാർ, അടുത്ത തലമുറയിലെ വിശുദ്ധന്മാർ എല്ലാം ഈ അമ്മമാരുടെ അപ്പന്മാരുടെയും ഹൃദയത്തിലെ തീയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.